എല്ലാ ഭക്തർക്കും പ്രണാമം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കഥ വൈഷ്ണോദേവി അമ്മയുടെയാണ്. കോടികൾ വിശ്വാസത്തോടെ കയറുന്ന ഒരു പർവ്വതം. അവിടെ ഒരു ദൈവിക രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഒരു പെൺകുട്ടി, അവളുടെ ത്യാഗവും ഒരു അസുരൻ്റെ അവസാനവും. ഇതാണ് വൈഷ്ണോദേവി അമ്മയുടെ കഥ. കാലങ്ങൾക്ക് മുമ്പ് തൃക്കൂട്ട പർവ്വതങ്ങളുടെ സമീപത്ത് ഒരു ദിവ്യശക്തി ജനിച്ചു. അവളുടെ പേരാണ് വൈഷ്ണവി. അവൾ സാധാരണ പെൺകുട്ടിയല്ലായിരുന്നു. ദുർഗയുടെ അവതാരമായിരുന്നു അവൾ. ചെറുപ്പം മുതൽ തന്നെ വൈഷ്ണവി ഭക്തിയിലും ധ്യാനത്തിലും മുഴുകി ലോകത്തിനായി ജീവിക്കാൻ തീരുമാനിച്ചു. അവളുടെ ദൈവിക ശക്തി കണ്ടപ്പോൾ ഒരു താന്ത്രികൻ ഭൈരവനാഥ് അവളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ പരീക്ഷണം പിന്നീട് ഒരു പിന്തുടർച്ചയായി മാറി. വൈഷ്ണവി അവനിൽ നിന്ന് രക്ഷപ്പെടാൻ പർവ്വതങ്ങളും കാടുകളും കടന്നോടി. എന്നാലും അവൾ ഭക്തരെ സഹായിക്കുന്നത് നിർത്തിയില്ല. ഒരു ദിവസം അവൾക്ക് ദാഹം തോന്നി. അപ്പോൾ അവൾ ഭൂമിയിലേക്ക് ഒരു അമ്പ് എറിഞ്ഞു. അതോടെ അവിടെ ഒരു നദി പൊട്ടിയൊഴുകാൻ തുടങ്ങി. ആ നദിയാണ് നിന്ന് ബങ്കര നദി എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് അവൾ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. അവിടെ 9 മാസം ധ്യാനം ചെയ്തു. ആ ഗുഹയാണിന്ന് അർദ്ധകുവാരി ഗുഹ എന്നറിയപ്പെടുന്നത്. ഭൈരവദേവ് അവളെ കണ്ടെത്തി. അവൻ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വൈഷ്ണവി തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു. അവൾ മഹാകാളിയായി മാറി. അവളുടെ കോപം ആകാശം പോലും കുലുക്കി. ഒരു നിമിഷം കൊണ്ട് അവൾ ഭൈരവദേവൻ്റെ തല വെട്ടിമാറ്റി. മരണത്തിനു മുമ്പ് ഭൈരവദേവന് തൻ്റെ തെറ്റ് മനസ്സിലാക്കി. അവൻ ക്ഷമ ചോദിച്ചു. മാതാറാണിയുടെ കരുണ കാരണം മാതാറാണി അവനെ ക്ഷമിച്ചു. അവന് മോക്ഷം നൽകി. പറഞ്ഞു, എൻ്റെ ദർശനം പൂർത്തിയാകുന്നത് ഭൈരവദേവൻ്റെ ദർശനത്തിന് ശേഷം മാത്രം. ഭൈരവദേവിൻ്റെ തലവീണ സ്ഥലം ഭൈരവദേവ് ക്ഷേത്രമായി മാറി. അതിനുശേഷം മാതാറാണി ഒരു ഗുഹയിൽ 3 പിണ്ടികളായി സ്ഥാനപ്പെട്ടു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. അവിടെയാണിന്ന് വൈഷ്ണോദേവി അമ്പലം. നിങ്ങൾക്കും മാതാറാണിയുടെ അനുഗ്രഹം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ജയമാതാ